വയനാട് പുൽപ്പള്ളിയിൽ വായ്പാ തട്ടിപ്പിനിരയായി രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം നേരായ വഴിയിലല്ലെന്നും നീതി ലഭിക്കണമെന്നും രാജേന്ദ്രന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്കിന്റെ വായ്പാ തട്ടിപ്പിനിരയായി 2.5 വർഷം മുൻപാണ് രാജേന്ദ്രൻ നായർ ജീവനൊടുക്കിയത്. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഇരയായി ഒരു ജീവൻ കൂടി പൊലിയുമ്പോൾ ഈ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാകരുത് എന്നും കുടുംബം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എൻ്റെ ആളെന്തായാലും എനിക്ക് പോയി നഷ്ടപ്പെട്ടു. അവർക്കും ഇല്ലേ അമ്മയും പെങ്ങളും ഭാര്യമാരും ഒക്കെ ഇല്ലേ. ആ അവസ്ഥ അവർക്ക് വരുമ്പോൾ അവരും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ. എൻ്റെ അവസ്ഥ ഒരു മനുഷ്യർക്കും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മെയ് 29 പുൽപ്പള്ളി ചെമ്പകമൂല സ്വദേശി രാജേന്ദ്രൻ നായർ വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. പുൽപ്പള്ളി സഹകരണ ബാങ്കിന്റെ വായ്പാ തട്ടിപ്പിൽ കുരുങ്ങി ജപ്തിയുടെ വക്കീലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതോടെയാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. 2 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയായില്ലെന്നും തട്ടിപ്പിന് പിന്നിലുള്ളവരെ കണ്ടെത്തിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കൂടായിട്ട് ഇങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി നടക്കുന്നുണ്ട്. കോൺഗ്രസ് അനുഭാവിയായ രാജേന്ദ്രൻ പാർട്ടി നേതൃത്വം നൽകുന്ന ബാങ്കിൽ വീടടക്കം 70 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ലോൺ എടുത്തത്. വായ്പയെടുത്ത രാജേന്ദ്രന്റെ ഭൂരേഖകൾ ഭരണസമിതി ദുരുപയോഗം ചെയ്തു. 24 ലക്ഷം രൂപ തട്ടിയെടുത്തു. പലിശ ഉൾപ്പെടെ 46 ലക്ഷം രൂപയാകുമ്പോഴാണ് ഈ വിവരം രാജേന്ദ്രൻ അറിയുന്നത്. ബാധ്യത ചുമലിലായതോടെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് വീട്ടുകാർ പറയുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം സഹായ വാഗ്ദാനങ്ങളുമായി എത്തിയത്. എന്നാൽ ഈ ഉറപ്പുകൾ ഇതുവരെ പാലിച്ചില്ലെന്ന് രാജേന്ദ്രന്റെ കുടുംബം പറയുന്നു. നിങ്ങൾ ഒരു കാരണവശാലും പൈസ അടയ്ക്കേണ്ട, നിങ്ങൾക്ക് പട്ടയം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഒരു അന്വേഷണത്തിന്റെ ഇതിൻ്റെ ആയിട്ട് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കട എഴുതി തള്ളി ആധാരം തിരിച്ചു തരുക, പിന്നെ എന്നാലും ധനസഹായം ചെയ്യുക. കുടുംബത്തിന് ജോലി നൽകുമെന്ന് CPIM പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ 60 ലക്ഷം രൂപയുടെ ബാധ്യതയായതോടെ തെരുവിലിറങ്ങേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് ശിക്ഷ നൽകണമെന്നും കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.